എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണതേ നല്ല അടിപൊളി ഒരു സ്ക്രബിൻ്റെ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ മുഖത്ത് കുഞ്ഞു കുഞ്ഞു ചുളിവുകളുണ്ടെങ്കിൽ അത് നല്ലവണ്ണം കുറയ്ക്കാനും മുഖം നല്ലൊരു ഗ്ലോയിങ് കിട്ടാനും മുഖം നല്ല നിറം വയ്ക്കാനും മുഖം നല്ല സോഫ്റ്റ് നമുക്ക് തോന്നിക്കുന്നില്ല, അതേപോലത്തെ അടിപൊളി ഒരു സ്ക്രബാണ് കേട്ടോ. ശരിക്കും ഇത് ഒരു വൈറലായൊരു സ്ക്രബാണിത്. മിക്ക ആൾക്കാർ തേച്ചിട്ട് നല്ല റിസൾട്ടാണ് പറയണത്. ഇത് നമുക്ക് ഓയിൽ സ്കിന്നാർക്കും ഡ്രൈ സ്കിന്നാർക്കൊക്കെ തേക്കാം. ഡ്രൈ സ്കിന്നാറുടെ സ്കിന്നാണ് ഏറ്റവും അടിപൊളിയായിട്ട് തിളങ്ങുക കേട്ടോ. അപ്പോൾ ഓയിൽ സ്കിന്നാർക്ക് ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തിയാൽ മതിയാവേ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രബ് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രബ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ആദ്യം ഞാനുണ്ടല്ലോ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു ചെറിയൊരു സ്പൂണിൽ അതിൻ്റെ ഒരു പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു സ്പൂണിൻ്റെ പകുതി പഞ്ചസാര എടുത്തിട്ടുള്ളേ. അത് നല്ല തരിയുള്ള പഞ്ചസാര എടുക്കരുത്, തരി കുറഞ്ഞ പഞ്ചസാര വേണം എടുക്കാൻ. അതെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട സാധനം എന്താ, വാസലിനാണ്. ഈ വാസലിനാണ് നമ്മുടെ മുഖത്ത് ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറയ്ക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഡ്രൈ സ്കിന്നുകാർക്ക് അടിപൊളിയാണെന്ന് പറഞ്ഞു കേട്ടോ. ഈ വാസലിൻ കൂടെ നമുക്കൊന്ന് ചേർത്തെടുക്കാതെ. വാസലിൻ ഇതിൻ്റെ ഈ സ്പൂണിൻ്റെ പകുതി മതിയാവേ. അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നമുക്ക് അതേപോലെ തന്നെ കുറച്ച് എടുത്തോളാം മതി കേട്ടോ. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കോഫി പൗഡർ. അത് മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാക്കറ്റ് മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വന്ന് നമുക്ക് മിക്സ് ചെയ്യാം. മിക്സിംഗ് ഒന്നും കറക്റ്റായില്ല കേട്ടോ. നമുക്കിതിലോട്ട് ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ചെറുനാരങ്ങ നിങ്ങൾക്ക് അലർജിയാണ്, നിങ്ങൾക്കത് മുഖത്ത് ഭയങ്കര ഇറിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ അളവ് കൂട്ടിയെടുക്കാവേ. ചെറുനാരങ്ങയുടെ നീര് ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു അര ചെറുനാരങ്ങയുടെ നീരാട്ടോ ചേർത്തേക്കുന്നത്. ഇനി നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്യാം കേട്ടോ. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആയതുകൊണ്ടേ ഒരു കട്ട പിടിച്ച പോലെ ഇരിക്കും കേട്ടോ. അത് സാധാ കാപ്പിപ്പൊടി ആണെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ചോലെ ഇരിക്കില്ല. നല്ലോണം മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ സ്ക്രബ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മുഖത്തങ്ങ് തേച്ച് കൊടുക്കുന്നത്. നമ്മുടെ മുഖം നല്ല ക്ലിയർ ആവാനും ചുളിവ് പോകാനൊക്കെ ഈ ഒരു സ്ക്രബ് നമ്മളെ സഹായിക്കും കേട്ടോ. ആഴ്ചയിൽ ഒരു 2-3 തവണ മാത്രം ഇത് ചെയ്താൽ മതി. ചെറുനാരങ്ങയുടെ നീര് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക, പകരം വെളിച്ചെണ്ണയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പം നമ്മളിത് എങ്ങനെ തേക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ആവി പിടിക്കണം. മുഖം നല്ല വൃത്തിയൊന്ന് ആവി പിടിച്ചതിന് ശേഷമാണ് ഈ ഒരു സ്ക്രബ് നമ്മൾ മുഖത്തും കഴുത്തിലായാലൊക്കെ തേച്ച് കൊടുക്കുന്നത്. കയ്യിലൊന്നും ആവി പിടിക്കാൻ ആവശ്യമില്ല, പക്ഷേ മുഖത്തൊക്കെ തേക്കുക, അങ്ങനെ ആവിയൊക്കെ പിടിച്ച് ഈ ഒരു സ്ക്രബ് ചെയ്യുമ്പോഴാണ് നല്ല റിസൾട്ട് ഉണ്ടാവുക കേട്ടോ. അപ്പം ഞാൻ എന്തായാലും മുഖമൊന്നും ആവിയൊന്നും പിടിക്കുന്നില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ മുഖമൊന്ന് ജസ്റ്റ് ഒന്ന് ആവിയൊക്കെ പിടിച്ചോളൂ. അപ്പം എൻ്റെ മുഖം ഇപ്പം അങ്ങ് ഡ്രൈ ആയിട്ടിരിക്കണം. അപ്പം ഞാൻ മുഖം ഒന്ന് നനച്ചിട്ട് വരാം കേട്ടോ. നമ്മുടെ മുഖം ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുമ്പം സ്ക്രബ് ചെയ്യരുത്. ചെറുതായിട്ടൊന്ന് നനച്ച് വെള്ളം കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്നൊന്നും കഴുകുക, അല്ലെങ്കിൽ ഒന്ന് നനച്ച് കൊടുക്കുകയോ അങ്ങനെ ചെയ്തിട്ട് മാത്രം നമ്മൾ മുഖത്തങ്ങ് സ്ക്രബ് ചെയ്താൽ മതിയാവേ. അപ്പോൾ ഞാൻ മുഖമൊന്ന് കഴുകിയിട്ട് വരാം. അപ്പോൾ ഞാനിത് മുഖമൊക്കെ നല്ല വൃത്തി കഴുകിയിട്ട് വന്നിട്ടുണ്ട്. നമുക്കങ്ങ് തേച്ചെടുക്കാവേ. അപ്പോൾ അത് മൂക്കിൻ്റെ സൈഡിലുള്ള ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാനൊക്കെ ഈ ഒരു സ്ക്രബ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. പഞ്ചസാരയുടെ ചെറിയൊരു തരികളുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ മുഖത്ത് ഇങ്ങനെ തേക്കാനും. കാരണം നമ്മൾ വാസലൊക്കെ ചേർത്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വഴുതി പോകുന്ന പോലെയൊക്കെയാണ്.
ഉണ്ടല്ലോ 2-3 മിനിറ്റ് മുഖമൊക്കെ നന്നായിട്ട് അങ്ങ് സ്ക്രബ് ചെയ്തു. നന്നായിട്ടെന്ന് വെച്ചാൽ പതുക്കെ മാത്രം സ്ക്രബ് ചെയ്തു 2-3 മിനിറ്റ് ആ സ്കിന്നി തന്നെ അങ്ങനെ വെച്ചിട്ട്. ഇപ്പോൾ 5 മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്കങ്ങ് തുടച്ച് മാറ്റാം കേട്ടോ. കണ്ട് തുടയ്ക്കുമ്പോൾ തന്നെ മുഖം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. മൂക്കിൻ്റെ സൈഡിലുള്ള ആ ഒരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഒന്ന് പോകാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. അത് മാത്രമല്ല മുഖം നല്ല ക്ലിയറായിട്ട് മുഖം നല്ല എന്താ പറയുക നല്ലൊരു സോഫ്റ്റ് ആകും. ചില സ്ക്രബൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖമൊക്കെ ഒന്നും കൂടി ഡ്രൈ ആയ പോലെ നമുക്ക് തോന്നും. പക്ഷെ ഇതങ്ങനെ തോന്നത്തില്ല കേട്ടോ. നമ്മുടെ മുഖമൊക്കെ നല്ലൊരു സോഫ്റ്റ് ആയ പോലെ ഇരിക്കും. കാണും നമ്മളിതിൽ വാസലിൻ ചേർത്തുകൊണ്ടാണ്. അടിപൊളി ഉണ്ടല്ലേ. ഇങ്ങനെ തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കഴുകിയിട്ട് വേഗം വരാവേ. മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് ഒരു അലോവേറ ജെല്ല് എടുത്തിട്ടുണ്ട്. കണ്ടേ, നാച്ചുറൽ അലോവേറ ജെല്ല്. ഇതെടുത്ത് ഞാൻ മുഖത്തൊന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ തേച്ച് കൊടുക്കുമ്പോഴത്തേക്ക് മുഖം ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആവും. അത് മാത്രമല്ല, നമ്മളിപ്പം സ്ക്രബ് ചെയ്തപ്പം ചെറുതായിട്ടൊരു ഓയിലൊക്കെ നമ്മൾ മുഖത്തുണ്ടാവുമല്ലോ, അത് കുറയാനും ഈ ഒരു അലോവേറ ജെല്ല് നല്ലതാണ്. ഞാൻ എൻ്റെ പുരികത്തൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുരികൊക്കെ വളരാനൊക്കെ അലോവേറ ജെല്ല് അടിപൊളി സാധനമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ടിപ്പ് കേട്ടോ. ഇപ്പോൾ അലോവേറ ജെല്ല് തേച്ചപ്പോൾ തന്നെ സ്കിന്നൊക്കെ ഒരു നല്ല ഒന്നും കൂടെ ഒന്ന് തിളക്കം വന്നു കണ്ടില്ലേ. ശരിക്കും പറഞ്ഞാൽ അത്രയും സൂപ്പർ സാധനമായിട്ട് ഈ അലോവേറ ജെല്ല്. നിങ്ങൾക്ക് ഈ ഒരു നാച്ചുറലായിട്ട് അലോവേറ ജെല്ല് ഇല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്ന അലോവേറ ജെല്ല് എടുത്ത് മുഖത്ത് വെച്ചാലും നല്ലതാണ് കേട്ടോ. ഏറ്റവും നല്ലത് ഇതുപോലത്തെ നാച്ചുറലുള്ള സാധനങ്ങളാണ്. നമ്മൾ പരമാവധി കെമിക്കലായിട്ടുള്ള ക്രീമുകൾ ഐറ്റംസുകളെല്ലാം കുറച്ച് നാച്ചുറലായ ടിപ്സിലൊക്കെ അങ്ങ് വരിക. പതുക്കെ അതിൻ്റെ റിസൾട്ട് ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ സ്കിന്നിന് ഏതായാലും ഒരു ദോഷവും സംഭവിക്കില്ല കേട്ടോ. ഇപ്പോൾ സ്ക്രബൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മുഖമൊക്കെ നല്ല ഒരു എന്താ പറയുക, ഒരു നല്ല ഫ്രഷ്നെസ് ഉണ്ടാകും. നമ്മുടെ മുഖമൊക്കെ നല്ല ക്ലിയറായി അടിപൊളിയായിട്ടിരിക്കും. സ്ക്രബൊക്കെ ചെയ്യണം. ആഴ്ചയിൽ ഒരു 2-3 തവണയൊക്കെ സ്ക്രബൊക്കെ ചെയ്യുന്നത് നല്ല ഒരു കാര്യം തന്നെയാണ്. എൻ്റെ കൺപീലിയൊക്കെ വളരാൻ ഈ അലോവേറ ജെല്ല് സൂപ്പറാട്ടോ. അപ്പോൾ കണ്ണൊക്കെ അടച്ചിട്ട് വേണ്ട ഇതുപോലെ തേച്ച് കൊടുക്കാൻ. കണ്ണിന് ചുറ്റുള്ള കറുപ്പ് കുറയാനും ഈ അലോവേറ ജെല്ല് സൂപ്പറാണ്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഡ്രൈ ആയ ശേഷം ഞാനൊന്ന് മുഖം ഒന്ന് കഴുകിക്കളയും. അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം നല്ലൊരു വീഡിയോസ് നമുക്ക് കാണാവേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.